Dear students, Morphology of Flowering Plants Focus Area Part 2 ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലീഫും ഇൻഫ്ലോറസൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലീവ്സ് ആർ ഗ്രീൻ തിൻ ഫ്ലാറ്റൻഡ് ലാറ്ററൽ ഔട്ട്ഗ്രോത്ത്സ് ഓഫ് ദ സ്റ്റെം. പച്ച കളറിൽ കനം കുറഞ്ഞ പരന്ന ഒരു സ്ട്രക്ചറാണ് ലീഫ്. സ്റ്റെമ്മിന്റെ ഏത് പൊസിഷനിൽ നിന്നാണോ ലീവ്സ് അറൈസ് ചെയ്യുന്നത് ആ ഒരു പൊസിഷനെ നമ്മൾ നോഡ്സ് എന്നാണ് പറയുക. ദേ ആർ ബോൺ അറ്റ് ദ നോഡ്സ് ഓഫ് ദ സ്റ്റെം. ഇനി ഒരു ലീഫ് സ്റ്റെമ്മിൽ നിന്ന് അറൈസ് ചെയ്യുമ്പോൾ ആ സ്റ്റെമ്മിന്റെയും ലീഫിന്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിൽ. ദ ഗ്യാപ്പ് ഓർ ദ പൊസിഷൻ ബിറ്റ്വീൻ സ്റ്റെം ആൻഡ് ലീഫ്. ദിസ് പൊസിഷൻ ഇസ് കോൾഡ് ആക്സിൽ. ഇവിടെ ചെറിയൊരു ബഡ് ലൈക്ക് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. ദിസ് ബഡ് ലൈക്ക് സ്ട്രക്ചർ ഇസ് നോൺ ആസ് ആക്സിലറി ബഡ്. ഈ ആക്സിലറി ബഡാണ് പിന്നീട് ഒരു ഫ്ലവർ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ സ്റ്റെം മോഡിഫൈഡ് ആണെങ്കിൽ ഒരു തോൺ അല്ലെങ്കിൽ ഒരു ടെൻഡ്രിൽ ഒക്കെ ആയിട്ട് മാറുന്നത്. സോ ദിസ് ആക്സിലറി ബഡ് ലേറ്റർ ഗെറ്റ്സ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഫ്ലവർ ഓർ എ ബ്രാഞ്ച് ഓർ ഇൻ എ മോഡിഫൈഡ് സ്റ്റെം എ തോൺ ഓർ എ ടെൻഡ്രിൽ. പിന്നെ ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ അക്രോപിറ്റൽ ഓർഡർ. അക്രോപിറ്റൽ ഓർഡർ എന്ന് പറഞ്ഞാൽ പുതിയ ലീവ്സ് എപ്പോഴും ടിപ്പിൽ അല്ലെങ്കിൽ സ്റ്റെമ്മിന്റെ അറ്റത്തായിരിക്കും ഡെവലപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വലിയ വലിയ ലീവ്സ് സ്റ്റെമ്മിന്റെ താഴെയും ചെറിയ ചെറിയ ലീവ്സ് സ്റ്റെമ്മിന്റെ അറ്റത്തുമാണ് കാണപ്പെടുക. ആ ഒരു അറേഞ്ച്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഡറിനെയാണ് നമ്മൾ അക്രോപിറ്റൽ ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ ലീഫിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഫോട്ടോസിന്തസിസും ട്രാൻസ്പിറേഷനുമാണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സും ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് എക്സസ് ആയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് കളയുന്ന പ്രോസസ്സുമാണ്. ഇത്രയാണ് ലീഫിന്റെ ജനറൽ ആയിട്ടുള്ള features. Leaves are green, thin, flattened lateral outgrowths of the stem. They are borne at the nodes of the stem. It bears a bud in its axil called axillary bud. Axil എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിന്റെയും ലീഫിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ്. Leaves are arranged in acropital order. Acropital order എന്ന് പറഞ്ഞാൽ larger leaves അല്ലെങ്കിൽ older leaves at the base and smaller leaves at the tip or younger leaves at the tip. The main functions of leaves are photosynthesis and transpiration. ഇനി നമ്മൾ റൂട്ടിലും സ്റ്റെമ്മിലും പറഞ്ഞ പോലെ ലീവ്സിലും ശരിക്കും മോഡിഫൈഡ് ലീവ്സ് ഉണ്ട്, അഡീഷണൽ ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് ആ ഒരു പോർഷൻ ഇൻക്ലൂഡഡ് അല്ല. നെക്സ്റ്റ് പാർട്സ് ഓഫ് ലീഫ്. ഏതൊരു ലീഫ് എടുത്താലും ആ ലീഫിൽ 3 മെയിൻ പാർട്സ് ഉണ്ടായിരിക്കും. ലീഫ് ബേസ്, പീറ്റിയോൾ ആൻഡ് ലാമിന ഓർ ലീഫ് ബ്ലേഡ്. ഒരു ലീഫിൽ 3 മെയിൻ പാർട്സ്, ഇത് പ്രധാനപ്പെട്ടതാണ്. ലീഫ് ബേസ്, പീറ്റിയോൾ ആൻഡ് ലാമിന ഓർ ലീഫ് ബ്ലേഡ്. ഈ ഒരു പോർഷനെയാണ് നമ്മൾ ലീഫ് ബേസ് എന്ന് പറയുക. അതായത് ഒരു ലീഫ് സ്റ്റെമ്മുമായിട്ട് എവിടെയാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു പൊസിഷനാണ് ലീഫ് ബേസ്. പിന്നെ ഒരു ലീഫിന് ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കും, ഒരു തണ്ട് ഉണ്ടായിരിക്കും. ആ തണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീറ്റിയോൾ. പിന്നെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള പോർഷൻ, ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ലാമിന അല്ലെങ്കിൽ ലീഫ് ബ്ലേഡ് എന്ന് പറയാം. ഇനി ഈ ലീഫ് ബേസിന്റെ 2 ഭാഗത്തുമായിട്ട് ചെറിയ 2 ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാം. ഈ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിപ്യൂൾസ്. സ്റ്റിപ്യൂൾസ് എന്ന് പറയുന്നത് യങ് ആയിരിക്കുമ്പോൾ ഈ ലീഫിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്ട്രക്ചറാണ്. ലീഫ് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വലിയ റോളൊന്നുമില്ല. ഒരു യങ് ആയിട്ടുള്ള ലീഫിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റിപ്യൂൾസിന്റെ ഫംഗ്ഷൻ. പിന്നെ ലാമിനയിൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറെ സ്ട്രക്ചേഴ്സ് ആണ് ഒരു മെയിൻ വെയിൻ, നടുവിലൂടെ പാസ് ചെയ്യുന്ന ഒരു മെയിൻ വെയിനും അതിൽ നിന്ന് റൈസ് ചെയ്യുന്ന ചെറിയ ചെറിയ ബ്രാഞ്ചസ് നമ്മൾ വെയിൻലെറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഈ മെയിൻ വെയിനെ, സെന്ററിലൂടെ പാസ് ചെയ്യുന്ന മെയിൻ വെയിനെ മിഡ്രിബ് എന്ന് പറയും. അതിൽ നിന്ന് റൈസ് ചെയ്യുന്ന ചെറിയ ബ്രാഞ്ചസിനെ വെയിൻലെറ്റ്സ് എന്നും പറയും. ഒരു ലാമിനയുടെ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം, പുറത്തുള്ള ഈ ഒരു ഭാഗത്തെ നമുക്ക് മാർജിൻ എന്ന് പറയാം, അറ്റം. അതുപോലെ ഈ ടിപ്പ്, ഇതിനെ നമുക്ക് ലീഫ് എപ്പെക്സ് എന്നും വിളിക്കാം. ഈ ഒരു കൂർത്ത ഭാഗം അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനെ നമുക്ക് ലീഫ് എപ്പെക്സ് എന്നും ഈ സൈഡിലുള്ള ഈ പൊസിഷൻസിനെ നമുക്ക് മാർജിൻ എന്നും വിളിക്കാം. ഇത്രയാണ് ഒരു ലീഫിന്റെ പ്രധാനപ്പെട്ട പാർട്സ്. അപ്പോൾ പാർട്സ് ഓഫ് ലീഫ് പറയുമ്പോൾ മെയിൻ ആയിട്ട് 3 പാർട്സേ ഉള്ളൂ. ലീഫ് ബേസും പീറ്റിയോളും ലാമിനയും. അതുകൂടാതെ എക്സ്ട്രാ ആയിട്ടുള്ളതാണ് സ്റ്റിപ്യൂൾസ്, അതുപോലെ ലാമിനയിലുള്ള മിഡ്രിപ്പും വെയിൻലെറ്റ്സും. ഇനി ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് ലീഫ് ബേസ്. The leaf is attached to the stem by leaf base. ലീഫിനെ സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ആണ് ലീഫ് ബേസ്.
അതിന് രണ്ട് സൈഡിലുമായിട്ട് ചെറിയ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, 2 സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ പ്രസന്റ് കോൾഡ് സ്റ്റിപ്യൂൾസ്. എല്ലാ ലീഫിനും ഈ സ്റ്റിപ്യൂൾസ് പ്രസന്റ് ആയിക്കൊള്ളണമെന്നില്ല. ചില ലീവ്സിന് സ്റ്റിപ്യൂൾസ് ആബ്സെന്റ് ആയിരിക്കും. ഇപ്പൊ സ്റ്റിപ്യൂൾ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ സ്റ്റിപ്പുലേറ്റ് ലീഫ്, സ്റ്റിപ്യൂൾ ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ എക്സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർക്കുക, ഒരു ലീഫ് ബേസിൽ രണ്ട് ചെറിയ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചേഴ്സിന്റെ പേരാണ് സ്റ്റിപ്യൂൾസ്. ഇനി മോണോകോട്ട് പ്ലാന്റ്സിൽ, മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാസസിലൊക്കെ ലീഫ് ബേസ് എക്സ്പാൻഡ്സ് ഇൻ ടു എ ഷീത്ത് കവറിംഗ് ദ സ്റ്റെം ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ലീഫ് ഷീത്ത്. സാധാരണഗതിയിൽ ലീഫ് ബേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പൊസിഷനാണ്, സ്റ്റെമ്മും ലീഫും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഏരിയയാണ്. പക്ഷെ മോണോകോട്ട് പ്ലാന്റ്സിൽ ലീഫിന്റെ ബേസ് ഒന്നും കൂടി പരന്ന് ഒരു ലെയർ അല്ലെങ്കിൽ ഒരു കവർ പോലെ സ്റ്റെമ്മിനെ പൊതിയും. അങ്ങനെ ഉള്ള ഒരു സ്ട്രക്ചറിനെ നമുക്ക് ലീഫ് ഷീത്ത് എന്ന് വിളിക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് ലീഫ് ഷീത്ത്. ഈ ഒരു പോർഷൻ ഇത് ലീഫിന്റെ ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലാമിനയാണ്. അത് കഴിഞ്ഞ് ഇതിൽ പീറ്റിയോളൊന്നുമില്ല, തണ്ടൊന്നുമില്ല. ലീഫ് ബേസ് എന്ന് പറയുന്നത് ഇതുപോലെ പരന്ന് ഒരു കവർ പോലെ നടുവിലൂടെ പാസ് ചെയ്യുന്ന സ്റ്റെമ്മിനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. ഇത് വേറൊരു ലീഫിന്റെ ലീഫ് ഷീത്ത്, അതുപോലെ അടുത്തൊരു ലീഫിന്റെ ലീഫ് ഷീത്ത്, എല്ലാം കൂടി സ്റ്റെമ്മിനെ കവർ ചെയ്യുന്ന ഒരു ലെയർ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു ലീഫ് ബേസിനെ ലീഫ് ഷീത്ത് എന്ന് വിളിക്കും. അതിന്റെ എക്സാമ്പിൾസ് ആണ് മോണോകോട്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രാസസ്. ഇനി ലെഗ്യൂമിനസ് പ്ലാന്റ്സ് എടുത്താൽ, ലെഗ്യൂമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗത്തിൽ ഉൾപ്പെടുന്ന ചെടികൾ. ലെഗ്യൂമിനസ് പ്ലാന്റ്സിൽ ലീഫ് ബേസ് കുറച്ച് സ്വള്ളൻ ആയിരിക്കും, കുറച്ച് വീർത്തിരിക്കും. അപ്പൊ നമ്മൾ ആ ലീഫ് ബേസിനെ വിളിക്കുന്ന പേരാണ് പൾവിനസ്. അതും അതിൽ കാണാം. ഇതാണ് ലെഗ്യൂമിനസ് പ്ലാന്റിലെ പൾവിനസ്. ലീഫ് ബേസ് കണ്ടു, സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു പോർഷനാണ് ലീഫ് ബേസ്. അവിടെ മാത്രം ഒരു ചെറിയൊരു സ്വള്ളൻ ഏരിയ നമുക്ക് കാണാം. ഈ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾവിനസ്. ഇത്രയാണ് ലീഫ് ബേസിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ പാർട്ടാണ് പീറ്റിയോൾ. പീറ്റിയോൾ എന്ന് പറഞ്ഞാൽ പീറ്റിയോൾ ഇസ് ദ സ്റ്റോക്ക് ഓഫ് ദ ലീഫ്. പീറ്റിയോൾ ആണ് ലാമിനേനെ ലൈറ്റിന് നേർക്ക് നിർത്താനായിട്ട്, മാക്സിമം ലൈറ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് അതിനെ സൺലൈറ്റിനോട് കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന, മാക്സിമം ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ പീറ്റിയോൾ ആണ്. മാത്രമല്ല കാറ്റത്ത് ആടിക്കളിക്കാനും അതുപോലെ മാക്സിമം ഫ്രഷ് എയർ കൊണ്ടുവരാനും ലീഫിന്റെ സർഫസ് എപ്പോഴും കൂളാക്കി നിർത്താനും സഹായിക്കുന്നത് പീറ്റിയോൾ ആണ്. അപ്പൊ പീറ്റിയോൾ ഇസ് ദ സ്റ്റോക്ക് ഓഫ് ദ ലീഫ്. ഇറ്റ് ഹെൽപ്സ് ടു ഹോൾഡ് ദ ലാമിന ഓർ ലീഫ് ബ്ലേഡ് ടുവേർഡ്സ് ലൈറ്റ്. ലൈറ്റിന് നേർക്ക് പിടിക്കാൻ പീറ്റിയോൾ ആണ് സഹായിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ലീവ്സ് ടു ഫ്ലട്ടർ ഇൻ വിൻഡ്. വിൻഡില് ഇങ്ങനെ ആടിക്കളിക്കാൻ സഹായിക്കുന്നു. ദെയർ ബൈ കൂളിംഗ് ഇറ്റ് ആൻഡ് ബ്രിങ്ങിങ് ഫ്രഷ് എയർ ടു ലീഫ് സർഫസ്. ലീഫിന്റെ സർഫസ് കൂളാക്കാനും ഫ്രഷ് എയർ കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്നത് പീറ്റിയോൾ ആണ്. മൂന്നാമത്തെ പാർട്ട് ലാമിന ഓർ ലീഫ് ബ്ലേഡ്. ലീഫിന്റെ പരന്ന എക്സ്പാൻഡഡ് പാർട്ടിനെയാണ് നമ്മൾ ലാമിന ഓർ ലീഫ് ബ്ലേഡ് എന്ന് പറയുക. ഇറ്റ് ഇസ് ദ ഗ്രീൻ എക്സ്പാൻഡഡ് പാർട്ട് ഓഫ് ദ ലീഫ്. അതിന്റെ നടുവിലൂടെ ഒരു മെയിൻ വെയിൻ, ഒരു മിഡില് ഒരു മെയിൻ വെയിൻ അല്ലെങ്കിൽ ഒരു നല്ല വണ്ണത്തിലുള്ള ഒരു വെയിൻ പാസ് ചെയ്യുന്നുണ്ട്. ആ വെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിഡ്രിബ്. ആ മിഡ്രിബിൽ നിന്ന് രണ്ട് സൈഡിലേക്കും കുറെ ബ്രാഞ്ചസ് പോകുന്നുണ്ടായിരിക്കും. ആ ബ്രാഞ്ചസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെയിൻലെറ്റ്സ്. അപ്പോൾ ഒരു ലാമിനയിൽ നമുക്കൊരു മെയിൻ വെയിനും കാണാം, അതിന്റെ സൈഡിലേക്ക് പോകുന്ന കുറെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് അല്ലെങ്കിൽ വെയിൻലെറ്റ്സും കാണാം. അപ്പൊ ആ മെയിൻ വെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിഡ്രിബ്. ഈ വെയിനും വെയിൻലെറ്റ്സും ദേ പ്രൊവൈഡ് റിജിഡിറ്റി ടു ദ ലീഫ് ബ്ലേഡ്. ലീഫ് ബ്ലേഡ് പെട്ടെന്നൊന്നും കാറ്റത്ത് പറക്കുമ്പോഴൊന്നും അല്ലെങ്കിൽ ആടിക്കളിക്കുമ്പോൾ പെട്ടെന്ന് കീറിപ്പോവാതിരിക്കാൻ സഹായിക്കുന്നത് ഈ വെയിനും വെയിൻലെറ്റ്സും ആണ്. ഒരു നെറ്റ്വർക്ക് പോലെ ഉള്ള കാരണം ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെയിനും വെയിൻലെറ്റ്സും. മാത്രമല്ല വെള്ളം, മിനറൽസ്, അതുപോലെ ഫുഡ് മെറ്റീരിയൽസ് ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഈ വെയിനും വെയിൻലെറ്റ്സും ആണ്. കാരണം ഈ വെയിൻലെറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് സൈലം ആൻഡ് ഫ്ലോയം, വാസ്കുലാർ ബണ്ടിൽസ് ആണത്. അപ്പോൾ വാസ്കുലാർ ബണ്ടിൽസ് ഈ വെയിനിന്റെയും വെയിൻലെറ്റ്സിന്റെയും അകത്താണ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ, മിനറൽസ് ആൻഡ് ഫുഡ് മെറ്റീരിയൽസ്. ഇനി ഒരു ലീഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ പ്ലാന്റിലെയും ലീഫിന്റെ ലാമിനയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ഓരോ ഷേപ്പിൽ പല ഷേപ്പിലുള്ള അല്ലെങ്കിൽ പല സൈസിലുള്ള പല കട്ടിങ്സും അങ്ങനത്തെ മാർജിൻസും ഒക്കെ ഉള്ള വിവിധ തരത്തിലുള്ള ലാമിന നമുക്ക് പ്ലാന്റ്സിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് ലീഫിന്റെ മെയിൻ പാർട്സ്. 3 പാർട്സ് ആണ്. ഒന്ന് ലീഫ് ബേസ്, സെക്കൻഡ് വൺ പീറ്റിയോൾ, third one lamina or leaf blade.
ദെൻ ഫങ്ഷൻസ് ഓഫ് ലീഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രധാനപ്പെട്ട 2 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഫോട്ടോസിന്തസിസും രണ്ടാമത്തത് ട്രാൻസ്പിരേഷനും. ഇപ്പൊ ലീഫിന്റെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ടോപ്പിക് ഇൻഫ്ലോറസൻസ്. Inflorescence is a group of flowers which are clustered together in various forms. ഒരു ഗ്രൂപ്പായിട്ട് ഫ്ലവേഴ്സ് കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ ആ ക്ലസ്റ്ററിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലോറസൻസ്. സാധാരണഗതിയിൽ ചില പൂക്കളൊക്കെ ഒറ്റയ്ക്കാണ് കാണപ്പെടുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെമ്പരത്തി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരു പൂവ്, വലിയ പൂവാണ്, അതുകൊണ്ട് തന്നെ അത് ഒറ്റയ്ക്കാണ് കാണപ്പെടുന്നത്. എന്നാൽ തെച്ചി നമുക്കറിയാം, ഉണ്ടത്തെച്ചി എന്ന് നമ്മൾ പറയും. ഒന്നിച്ച് ഒരു ഗ്രൂപ്പായിട്ട് കുറേ ഫ്ലവേഴ്സ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്ന ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ഇൻഫ്ലോറസൻസ് എന്ന് പറയാം. ആ ഇൻഫ്ലോറസൻസിന് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ആ സ്റ്റോക്കിന്റെ പേരാണ് പിടങ്കിൾ. സോ ഇൻഫ്ലോറസൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് വിച്ച് ആർ ക്ലസ്റ്റേർഡ് ടുഗെദർ in various forms. The main axis of inflorescence is called പിടങ്കിൾ. പിടങ്കിൾ എന്ന് പറയുന്നത് ഇൻഫ്ലോറസൻസിന്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ മെയിൻ ആക്സിസ് ആണ്. അതിന്റെ മുകളിലാണ് ഫ്ലവേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. According to the nature of പിടങ്കിൾ and development of flowers, inflorescence is divided into 2 types, racemose and cymose. പിടങ്കിളിന്റെ നേച്ചർ അല്ലെങ്കിൽ പിടങ്കിള് വളർന്നുകൊണ്ടേയിരിക്കുവോ അതോ ഒരു പൂവുണ്ടായി കഴിഞ്ഞാൽ അതോടെ വളർച്ച നിൽക്കുവോ, അതുപോലെ ഫ്ലവേഴ്സ് അറ്റത്തേക്കാണോ പുതിയ ഫ്ലവേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് അതോ താഴത്തേക്കാണോ ഫ്ലവേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ 2 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ഇൻഫ്ലോറസൻസിനെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റെസിമോസ് ഇൻഫ്ലോറസൻസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ്. എക്സാമ്പിൾ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പൊ ആദ്യം നമുക്ക് റെസിമോസ് ഇൻഫ്ലോറസൻസ് നോക്കാം. ഇത് കിലിക്കിച്ചെടി എന്ന് പറയും, ക്രോട്ടലേറിയ അല്ലെങ്കിൽ കൊന്ന ആലോചിച്ചാൽ മതി. കൊന്നയും റെസിമോസ് ഇൻഫ്ലോറസൻസിന്റെ എക്സാമ്പിൾ ആണ്. ഇതിൽ എന്താ സംഭവിക്കുന്നത്? ഇതാണ് പിടങ്കിൾ സ്റ്റോക്ക്. ഈ പിടങ്കിൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. വളരും തോറും അത് പുതിയ പുതിയ മുട്ടുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. കുറെ കഴിയുമ്പോൾ താഴത്തെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. ഈ ഭാഗത്തുള്ള പൂക്കളൊക്കെ നിലനിൽക്കുന്നുണ്ട്, അതോടൊപ്പം അറ്റത്ത് പുതിയ പുതിയ മുട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം പിടങ്കിൾ ഗ്രോസ് കണ്ടിന്യൂസ്ലി ആൻഡ് ഫ്ലവേഴ്സ് ആർ ബോൺ ഇൻ അക്രോപിറ്റൽ സക്സഷൻ. അക്രോപിറ്റൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടിപ്പിലാണ് പുതിയ മുട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. പിടങ്കളിന്റെ അറ്റത്ത് അല്ലെങ്കിൽ ടിപ്പിലാണ് പുതിയ പുതിയ മുട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. പിടങ്കൾ വളരുന്നതിനനുസരിച്ച് അത് പുതിയ മുട്ടുകൾ കൂടി ഫോം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ഇൻഫ്ലോറസൻസിനെയാണ് നമ്മൾ റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുക. അതിന്റെ എക്സാമ്പിൾ ആണ് ക്രോട്ടലേറിയ. So in this type, the main axis continues to grow. The flowers are developed laterally in acropital succession. Acro എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റം അല്ലെങ്കിൽ ടിപ്പ്, acropital succession എന്ന് പറഞ്ഞാൽ towards the tip. രണ്ടാമത്തെ കാറ്റഗറി സൈമോസ് ഇൻഫ്ലോറസൻസ്. സൈമോസ് ഇൻഫ്ലോറസൻസിൽ എന്താണ് സംഭവിക്കുന്നത്? The main axis ends in a flower since the peduncle stops growing. പിടങ്കിള് കുറച്ച് വളർന്നു ഒരു മുട്ടുണ്ടായി. ആ മുട്ട് ഒരു പൂവായി കഴിഞ്ഞാൽ പിന്നെ പിടങ്കിൾ അവിടെ വളരുന്നില്ല. അങ്ങനെ വളരുന്നില്ല. പിടങ്കളിന്റെ വളർച്ച പിന്നെ എങ്ങനെയാണ്? താഴോട്ടാണ് പിന്നെ 2 പുതിയ മുട്ട് ഡെവലപ്പ് ചെയ്യുക. സോ പിടങ്കിൾ സ്റ്റോപ്സ് ഗ്രോയിങ്. ദിസ് ടൈപ്പ് ഓഫ് സക്സഷൻ ഈസ് കോൾഡ് ബേസിപിറ്റൽ സക്സഷൻ. അതായത് ആദ്യം പിടങ്കിൾ കുറച്ച് വളർന്നു, ഒരു മുട്ടുണ്ടായി, അതൊരു പൂവായി മാറി. പിന്നെ പിടങ്കിൾ നീളം വെക്കണില്ല. അടുത്ത 2 മുട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഈ പൂവിന്റെ താഴെയായിട്ടാണ്. അത് കഴിഞ്ഞാൽ അതും ഓരോ പൂവായിട്ട് മാറും. അത് കഴിഞ്ഞാൽ അതിന്റെ താഴോട്ടാണ് പിന്നെ അടുത്ത 2 മുട്ട് ഡെവലപ്പ് ചെയ്യുക. ഇത് പൂവായി മാറുമ്പോൾ ഇവിടെയും പുതിയ 2 മുട്ടുകൾ ഉണ്ടാവും. അങ്ങനെ താഴോട്ടാണ് പുതിയ പുതിയ മുട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സക്സഷനെയാണ് നമ്മൾ ബേസിപീറ്റൽ സക്സഷൻ എന്ന് പറയാ. ഇതിന്റെ എക്സാമ്പിൾ മുല്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് മുല്ല. മുല്ല ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുല്ലയിൽ ഏറ്റവും നടുവിൽ ഒരു പൂവുണ്ടാവും, താഴത്ത് 2 മുട്ടും ഉണ്ടാവും. അതിന്റെ കാരണം പിടങ്കളുടെ വളർച്ച പെട്ടെന്ന് നിന്നു. ഒരു ഫ്ലവർ ഉണ്ടായതോടെ പിടങ്കൾ പിന്നെ നീളം വെക്കുന്നില്ല, പകരം പുതിയ മുട്ടുകൾ അതിന്റെ താഴേക്കാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ബേസിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന കാരണമാണ് നമ്മൾ ഈ ഒരു സക്സഷനെ ബേസിപീറ്റൽ സക്സഷൻ എന്ന് പറയുന്നത്. So in cymose inflorescence, the main axis ends in a flower. Since the peduncle stops growing, the flowers show basipetal succession. റെസിമോസിലെ അക്രോപിറ്റൽ ആയിരുന്നു, ഇവിടെ ബേസിപീറ്റൽ സക്സഷൻ. ദി ഓൾഡസ്റ്റ് ഫ്ലവർ ഇസ് എറ്റ് ദി എപെക്സ്. ഏറ്റവും പ്രായം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം വിരിഞ്ഞ പൂവ് മുകളിലായിരിക്കും, ഏറ്റവും ടിപ്പിലായിരിക്കും പിടങ്കളിന്റെ. അത് കഴിഞ്ഞ് യങ്ങസ്റ്റ് ടുവേർഡ്സ് ദ ബേസ്. ഏറ്റവും പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും പുതിയ മുട്ട്
താഴത്തായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇൻഫ്ലോറസൻസിനെയാണ് നമ്മൾ സൈമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുക. ഇതിന്റെ എക്സാമ്പിൾ ആണ് ജാസ്മിൻ, അതുപോലെ ഡയാന്തസ്. ജാസ്മിൻ എന്ന് പറഞ്ഞാൽ മുല്ല, പിന്നെ ഡയാന്തസ്. ഇത്രയാണ് ഇൻഫ്ലോറസൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ താങ്ക് യു.